കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിൽ ഇപ്പോൾ സുഗുനോ ഭവന്തു. അവതരണം പ്രിയ ആന്റണി. സാങ്കേതിക സഹായം ബോണി ജെ ബേസ്. നമസ്കാരം. സുഗുനോ ഭവന്തു എന്ന പരിപാടിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ഹേന. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു വിഷയമെന്ന് പറയുന്നത് നമ്മുടെ ശ്രോതാക്കളെല്ലാം കാത്തിരിക്കുന്ന അല്ലെങ്കിൽ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ്. അതായത് കുടവയറിനെ കുറിച്ചാണ്. പണ്ടൊക്കെ കുടവയർ എന്ന് പറയുന്നത് നമ്മുടെ ആഠ്യത്വത്തിന്റെ ഒരു രഹസ്യമാണ് എന്ന് തന്നെ പറയാം. പക്ഷെ ഇപ്പോഴത്തെ തലമുറ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് കുടവയർ എന്ന് പറയുന്നത്, ഇല്ലേ? അപ്പോൾ അതിന്, ഈ ഒരു കുടവയറിന് യോഗയിലൂടെ എന്ത് പരിഹാരം നമുക്ക് കാണാമെന്ന് നമ്മുടെ പ്രിയപ്പെട്ട യോഗ ഗുരു പ്രിയ ആന്റണി പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട യോഗ ഗുരുവിനെ നമ്മുടെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമസ്കാരം. നമസ്കാരം. അപ്പോൾ യഥാർത്ഥത്തിൽ വയറിലെ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതാണ് കുടവയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ശാശ്വതമായൊരു പരിഹാരം നമുക്ക് യോഗയിലൂടെ കണ്ടെത്താനാകുമോ എന്നൊക്കെയുള്ളതിനെ കുറിച്ച് നമ്മുടെ പ്രിയപ്പെട്ട യോഗ ഗുരുവിനോട് തന്നെ ചോദിക്കാം. പൊതുവെ എല്ലാവർക്കും ഉള്ളൊരു തെറ്റിദ്ധാരണയാണ് യോഗ ചെയ്തു കഴിഞ്ഞാൽ കുടവയർ മാറുമോ ഇല്ലയോ എന്ന്. തികച്ചും തെറ്റായ ഒരു തെറ്റിദ്ധാരണ തന്നെയാണ്. ശരിക്കും യോഗ സ്ഥിരമായിട്ട് ചെയ്യുന്ന ആൾക്കാരിൽ തീർച്ചയായിട്ടും അമിതവണ്ണം എന്നുള്ള പ്രശ്നം ശാശ്വതമായി പരിഹരിക്കപ്പെടും. അതിനോടൊപ്പം തന്നെ കുടവയറിനും മാറ്റം ഉണ്ടാവും. ഇന്ന് ഒട്ടുമിക്ക വ്യക്തികളിലും കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ്, അല്ലെങ്കിൽ എന്നെ കാണാൻ വരുന്ന, യോഗ അഭ്യസിക്കാൻ വരുന്ന ഒട്ടുമിക്ക ആൾക്കാരുടെയും പ്രശ്നം, അത് സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ, അവരഭിമുഖീകരിക്കുന്നൊരു വലിയ പ്രശ്നം തന്നെയാണ് കുടവയർ. കാരണം അവരുടെ കോൺഫിഡൻസിനെ തകർക്കുന്നു, അല്ലെങ്കിൽ ഒരു നല്ല ഡ്രസ്സ് ഇടാനായിട്ട് അവർക്ക് ബുദ്ധിമുട്ട് വരുന്നു, എന്തെങ്കിലും ചടങ്ങുകൾക്കൊക്കെ പോകാൻ അവർക്കൊരു വിമുഖത തോന്നുന്നു, പൊതുവെ അവർക്കൊരു കോൺഫിഡൻസ് ഇല്ലായ്മ ശരീരത്തിൽ അനുഭവപ്പെടുന്നു. അതുമാത്രമല്ല, ഈ കുടവയർ എന്ന് പറയുമ്പോൾ ഇന്ന് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെ കണ്ടുവരുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മൾ പ്രായം മുന്നോട്ട് ചെല്ലും തോറും നമ്മുടെ അരക്കെട്ട്, അടിവയറ്, ഈ ഭാഗങ്ങളിലൊക്കെ കൊഴുപ്പ് അടിഞ്ഞുകൂടി കാലാന്തരത്തിൽ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുന്ന കുടവയറായി അത് മാറുന്നു. 2 തരത്തിലുള്ള ഫാറ്റ് ഡെപ്പോസിറ്റാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. വൈസേക്രൽ ഫാറ്റും സബ്ക്യൂട്ടീനിയസ് ഫാറ്റും. അതിൽ വൈസേക്രൽ ഫാറ്റ്, അതായത് നമ്മുടെ ശരീരത്തിലെ ആന്തരിക അവയവങ്ങളിൽ അടിഞ്ഞുകൂടുന്ന കൊഴുപ്പ്, അതാണ് തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ടത്. ഇതൊരു സൗന്ദര്യ പ്രശ്നം എന്നതിനേക്കാളും ഉപരിയായിട്ട് കുടവയർ ശരിയായി നിങ്ങൾ കൈകാര്യം ചെയ്തു പോയില്ല, അല്ലെങ്കിൽ പരിഹരിക്കപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ കുടവയർ മറ്റ് പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ, ഡയബറ്റിസ്, പലതരത്തിലുള്ള ക്യാൻസറുകൾ, ഫാറ്റി ലിവർ, ഇതിനൊക്കെ ഒരു കാരണമായി മാറിയേക്കാം. അപ്പോൾ പൊതുവായിട്ട് നമ്മുടെ ആളുകളെല്ലാം വിചാരിക്കുന്നത് കുടവയർ എന്ന് പറയുന്നത് സൗന്ദര്യ പ്രശ്നം മാത്രമാണെന്ന്. പക്ഷേ നേരത്തെ പറഞ്ഞല്ലോ, ഇത് മറ്റു പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു. അത് ഏതൊക്കെയാണെന്നൊന്ന് പറയാമോ? ശരിയാണ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു സൗന്ദര്യ പ്രശ്നം എന്നതിനേക്കാൾ ഉപരി ശരിക്കും ഒരു ആരോഗ്യ പ്രശ്നം തന്നെയാണ്. കാരണം കുടവയറുള്ള വ്യക്തികളിൽ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടുവരാറുണ്ട്. പ്രധാനപ്പെട്ടതായിട്ട് ഡയബറ്റിസ്. ഇന്ന് കുടവയറിലുള്ള ഒട്ടുമിക്ക വ്യക്തികളും ഡയബറ്റിസ് എന്നുള്ള പ്രശ്നം കണ്ടുവരാറുണ്ട്. ഒരുപക്ഷെ ആൾക്കാർ തുടക്കത്തിൽ അത് തിരിച്ചറിയാതെ പോകുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ടെസ്റ്റുകളൊക്കെ നടത്താൻ പോകുമ്പോൾ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുമായിട്ടൊക്കെ ഡോക്ടറെ കാണാൻ പോകുമ്പോഴാണ് ഡയബറ്റിസ് ചെക്ക് ചെയ്യുമ്പം ഡയബറ്റിസ് ഉണ്ട് എന്നൊരു പ്രശ്നം നമ്മൾ കണ്ടെത്തപ്പെടുന്നത്. മറ്റൊരു പ്രശ്നം ഹൈ BP ആണ്. ഒരുപക്ഷെ ആൾക്കാർക്കത് ആശ്ചര്യം തോന്നിയേക്കാം, കുടവയറുള്ള വ്യക്തികൾക്ക് BP വരാനുള്ള സാധ്യതയുണ്ടോയെന്ന്. തീർച്ചയായിട്ടും ഉണ്ട്. ഞാനിത് പറയുന്നത് ചൈനയിൽ 2017 ഒരു 10,000 ആൾക്കാരിൽ ഒരു പഠനം നടത്തുകയുണ്ടായി. സ്ത്രീകളും പുരുഷന്മാരും അതിൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ ആ പഠനത്തിൽ കണ്ടെത്തിയ ഒരു കാര്യമെന്ന് പറയുന്നത്, കുടവയറുള്ള വ്യക്തികളിൽ പുരുഷന്മാരുടെ കാര്യം പറയുകയാണെങ്കിൽ ഏകദേശം 34% പുരുഷന്മാർക്ക് BP കൂടുതലായിട്ട് കണ്ടുവന്നു. അതിൽ തന്നെ ഏകദേശം 28% സ്ത്രീകൾക്കും BP അവരുടെ ശരീരത്തിൽ വർദ്ധിക്കുന്നതായിട്ട് പഠനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതും ഒരു പ്രശ്നം തന്നെയാണ്. മറ്റൊരു പ്രശ്നമെന്ന് പറയുന്നത് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ. അതും വ്യക്തമായ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാനിത് പറയുന്നത്. ഹൃദയ സംബന്ധമായ പല പ്രശ്നങ്ങൾക്കും കാലാന്തരത്തിൽ ഈ കൊഴുപ്പ് ഒരു കാരണമായി മാറുന്നുണ്ട്.
മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഡിമെൻഷ്യ. നമ്മുടെ തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് വളരെയധികം ദോഷകരമായി ബാധിക്കുന്ന ഒന്നാണ് കുടവയർ അല്ലെങ്കിൽ കൊഴുപ്പ് അടിവയറിൽ അടിഞ്ഞുകൂടുന്ന അവസ്ഥ. മറ്റൊരു പ്രശ്നം ക്യാൻസറാണ്. പലതരത്തിലുള്ള ക്യാൻസറുകൾ വരാനുള്ള സാധ്യത അടിവയറിൽ കൊഴുപ്പ് കൂടുമ്പോൾ നമുക്ക് വന്നുപെടാൻ സാധ്യതയുണ്ട്. ബ്രസ്റ്റ് ക്യാൻസർ, ഗോൾ ബ്ലാഡർ, കോളറക്ടൽ ക്യാൻസർ, അങ്ങനെ പലതരത്തിലുള്ള ക്യാൻസറുകൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ യോഗയിലൂടെ എങ്ങനെയാണ് ഇതിനുള്ള പരിഹാരം കണ്ടെത്തുന്നത്? നമുക്കെല്ലാവർക്കും അറിയാം, യോഗ എന്ന് പറയുമ്പോൾ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും ഒരു കൂടിച്ചേരലാണ്. യോഗ പരിശീലനം നമ്മളെ ഒരു ആരോഗ്യമുള്ള മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ഉടമയാക്കി മാറ്റും. പ്രത്യേകിച്ച് അടിവയറിലെ കൊഴുപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ കുടവയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഇത്തരം പ്രശ്നങ്ങളുള്ള വ്യക്തികൾക്ക് ശരിയായ രീതിയിലുള്ള ഭക്ഷണക്രമവും ചിട്ടയായിട്ടുള്ള ഒരു ജീവിതശൈലിയും കുടവയർ കുറയ്ക്കാൻ വേണ്ടിയുള്ള യോഗാസനങ്ങളും പ്രാണായാമവും ഒരേപോലെ കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും കുടവയർ എന്നുള്ള പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാൻ സാധിക്കും. നമുക്കറിയാം, കുടവയർ എന്ന് പറയുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കാലറീസ് കത്തിക്കണം. അതുപോലെ തന്നെ നമ്മുടെ പേശികൾ ബലമുള്ളതാക്കി മാറ്റിയിരിക്കണം, ഫ്ലെക്സിബിളായിരിക്കണം. നമ്മുടെ മെറ്റബോളിസം അത് മെച്ചപ്പെടുത്തണം. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് യോഗയിൽ കൂടെ ചെയ്യാറുണ്ട്. ഓരോ വ്യക്തികൾക്കും പല പല കാരണങ്ങൾ കൊണ്ടാണ് കുടവയർ വരുന്നത്. ചിലർക്ക് ചിട്ടയില്ലാത്തൊരു ജീവിതശൈലി കൊണ്ടായിരിക്കാം, ചിലർക്ക് അമിത ഭക്ഷണം കൊണ്ട്, അല്ലെങ്കിൽ കൂടുതൽ കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ, വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങൾ, ഒരുപാട് താമസിച്ച് ഭക്ഷണം കഴിക്കുക, കൂടെ ഭക്ഷണം കഴിക്കുന്ന സ്വഭാവം, ഇമോഷണൽ ഈറ്റിംഗ്. ചിലർക്ക് ടെൻഷൻ വരുമ്പോൾ അവർ കൂടുതൽ ഭക്ഷണം കഴിക്കാറുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ഭക്ഷണ ക്രമീകരണങ്ങൾ ശരിയായ രീതിയിൽ നടത്താത്തത് മൂലം വരുന്ന കുടവയർ. ചിലർക്ക് പ്രായം മുന്നോട്ട് പോകുന്നതനുസരിച്ച് കുടവയർ വരാറുണ്ട്. ചിലർക്ക് പാരമ്പര്യമായിട്ട് കുടവയറിൻ്റെ സാധ്യതകളുള്ളവരാണെങ്കിൽ അങ്ങനെ വരാറുണ്ട്. ശരിയായ രീതിയിൽ ചിട്ടയായിട്ട് വ്യായാമം ചെയ്യാത്തവരാണെങ്കിൽ കുടവയർ വരാറുണ്ട്. അതുമാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ മാനസിക പെരുമുറുക്കങ്ങൾ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്തുകൊണ്ട് പോയില്ല എന്നുണ്ടെങ്കിൽ അതും കുടവയറിന് ഒരു വലിയ കാരണമാകുന്നുണ്ട്. അതെങ്ങനെയാണ് എന്നുള്ളത് ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാം. അമിതമായി കുടവയറുള്ള വ്യക്തികളാണെങ്കിൽ ഒരു യോഗ പരിശീലകൻ്റെ അടുത്ത് പരിശീലനത്തിന് പോകുമ്പോൾ എന്തൊക്കെയാണ് കൊഴുപ്പ് കുറയ്ക്കാൻ വേണ്ടിയുള്ള യോഗാസനങ്ങളിൽ നിന്ന് ഒന്ന് പ്രത്യേകം പഠിച്ചു വെക്കണം. കാരണം കൂടുതൽ ഊന്നൽ നൽകേണ്ടത് അത്തരം യോഗാസനങ്ങളിലായിരിക്കണം. കാരണം നമ്മുടെ കോർ മസിൽസ്, കോറ് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുടവയർ നമുക്ക് കുറേ കൂടെ ഈസി ആയിട്ട് കുറയ്ക്കാൻ സാധിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ, നൗകാസനം എന്ന് പറയുന്ന ഒരു യോഗാസനമുണ്ട്. അത് കുടവയറിന് ഏറ്റവും ഫലപ്രദമായ ഒരു യോഗാസനമാണ്. അതുമാത്രമല്ല, മേരുദണ്ഡാസനം, ഉത്ഥാനപാദാസനം, അങ്ങനെ പലതരത്തിലുള്ള യോഗാസനങ്ങൾ പ്രത്യേകം കോറ് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്നൊന്ന് മനസ്സിലാക്കി വെച്ചാൽ അതിന് കൂടുതൽ ഫോക്കസ് കൊടുത്ത് ചെയ്യാം. പിന്നെ യോഗ സ്ഥിരമായിട്ട് ചെയ്യുന്നത് നമ്മൾ കുടവയർ കുറയ്ക്കണം എന്ന ഒരു ഒറ്റ ഉദ്ദേശത്തോടു കൂടെ മാത്രം അല്ല. യോഗ പരിശീലനം നമ്മുടെ ശരീരത്തിലെ ആകമാനമുള്ള കൊഴുപ്പ്, അത് കുടവയറിൽ മാത്രമല്ല, ശരീരത്തിൽ ആവശ്യമില്ലാത്ത കൊഴുപ്പ് അടിഞ്ഞു കൂടിയ സ്ഥലങ്ങളിൽ നിന്നെല്ലാം കൊഴുപ്പ് നീക്കം ചെയ്യാനായിട്ട് യോഗ നമ്മളെ സഹായിക്കും. മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, ഓരോരുത്തരുടെയും ശരീരഘടന വ്യത്യസ്തപ്പെട്ടതായിരിക്കും. പലരും പല ജീവിതശൈലി മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ്. പലരുടെയും ജോലിയിലെ സ്വഭാവങ്ങൾ വ്യത്യാസമുണ്ട്. ചിലരാണെങ്കിൽ ഒരുപാട് സമയം ഇരുന്ന് ജോലി ചെയ്യുന്നവരാണ്, ചിലർ ഒരുപാട് സമയം നിന്ന് ജോലി ചെയ്യുന്നവർ. അങ്ങനെ ജോലിയുടെ സ്വഭാവം കൊണ്ട് തന്നെ കുടവയർ വരുന്നവരുണ്ട്. അപ്പോൾ ഇതെല്ലാം കണക്കിലെടുത്തായിരിക്കണം യോഗ പരിശീലനം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ഇത്രയും പറഞ്ഞു നിന്ന് എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത് വേറൊന്നുമല്ല. ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു വ്യക്തി വന്നിട്ട് എനിക്ക് കുടവയർ പെട്ടെന്ന് എനിക്ക് 1 മാസത്തിനുള്ളിൽ കുറയ്ക്കണമെന്ന് പറയുന്നു. അപ്പോൾ അതിന് എന്തെങ്കിലും പരിഹാര മാർഗങ്ങളുണ്ടോ യോഗയിൽ? നല്ലൊരു ചോദ്യമാണ് ചോദിച്ചത്. ഞാനതൊരു പക്ഷേ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. പെട്ടെന്ന് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് കുറയ്ക്കാൻ പറ്റുന്നതല്ല നിങ്ങളുടെ കുടവയർ. അതിനൊരുപാട് കാരണങ്ങളുണ്ട്.
കാരണം നമ്മുടെ ഈ കുടവയറെന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്നൊരു ദിവസം കൊണ്ട് വന്നതല്ല. അപ്പോൾ ഇത് കാലാന്തരത്തിൽ നമ്മുടെ ഭക്ഷണശീലങ്ങൾ, നമ്മുടെ ജീവിതശൈലി, നമ്മുടെ ജോലിയുടെ സ്വഭാവം, അതൊക്കെ കണക്കിലെടുത്ത് പതുക്കെ പതുക്കെ കൊണ്ട് വന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ യോഗയിൽ ഒരു സ്പോട്ട് റിഡക്ഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നതേയില്ല. അത് സ്വാഭാവിക തലത്തിൽ വണ്ണം കുറയ്ക്കുക, കുടവയർ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള യോഗാസനങ്ങൾ ചെയ്യുക, അങ്ങനെ കാലക്രമേണ ഈ ഒരു കുടവയറിൻ്റെ പ്രശ്നം കുറയ്ക്കുക എന്നുള്ളതാണ് യോഗ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനകത്ത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം, സ്ഥിരമായിട്ടുള്ള ഒരു പരിശീലനമാണ് ഇതിൽ വേണ്ടത്. ചിലർ കുറച്ച് നാളൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് കുടവയറ് കുറഞ്ഞു എന്ന് കാണുമ്പോൾ അവർക്ക് ആദ്യം ഉണ്ടായിരുന്നൊരു മോട്ടിവേഷൻ പതുക്കെ ഒന്ന് കുറയും. അപ്പോൾ അവർ വീണ്ടും ചെറിയ രീതിയിലൊക്കെ ഭക്ഷണം കഴിച്ചു തുടങ്ങും, അല്ലെങ്കിൽ കുറച്ച് ക്ലാസ്സുകളൊക്കെ സ്കിപ്പ് ചെയ്ത് തുടങ്ങും, പരിശീലനത്തിൻ്റെ സമയം ദൈർഘ്യം ഒന്ന് കുറയ്ക്കും. അങ്ങനെയൊക്കെ വരുമ്പോൾ വീണ്ടും നമ്മൾ പഴയ അവസ്ഥയിലേക്ക് പോകാനായിട്ടുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ വേറൊരു ചോദ്യമുള്ളതെന്ന് പറഞ്ഞാൽ, ചിലർ ചോദിക്കാറുണ്ട്, ഇപ്പോൾ പെട്ടെന്ന് തന്നെ യോഗ നിർത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കുടവേറ് വരുമോ എന്നത്. അത് സത്യമാണോ? ഇല്ല, അതൊക്കെ വളരെ തെറ്റായ ധാരണകളാണ്. യോഗ പെട്ടെന്ന് നിർത്തി എന്ന് പറഞ്ഞ് പെട്ടെന്ന് കുടവേറ് തിരിച്ചു വരുന്ന പരിപാടിയൊന്നുമില്ല. യോഗ എന്ന് പറയുന്നത് ഒരു ശാശ്വതമായൊരു പരിഹാരമാണ് എല്ലാ രോഗങ്ങൾക്കും ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെയാണ് കുടവേറിൻ്റെ കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ ഒരു കുറച്ച് ദിവസങ്ങളൊക്കെ ഒന്ന് എന്തെങ്കിലുമൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കാരണങ്ങൾ കൊണ്ട് പരിശീലനം നിന്ന് പോയെങ്കിൽ സാരമില്ല. അത്രയും ദിവസം കൊണ്ട് നിങ്ങളുടെ കുടവേറ് തിരിച്ചു വരികയൊന്നുമില്ല. പക്ഷെ ആ സമയത്ത് ശരിയായ ഭക്ഷണക്രമം നിങ്ങൾക്ക് ഒരു പക്ഷേ 3, 4, 5 ദിവസം നിങ്ങൾക്ക് യോഗ പരിശീലനം നടത്താൻ പറ്റിയില്ലെങ്കിൽ പോലും ആ സമയത്ത് നിങ്ങൾ എടുക്കുന്ന ഭക്ഷണത്തെക്കുറിച്ച്, കൊഴുപ്പ് കൂടിയ ഭക്ഷണങ്ങൾ കുറയ്ക്കുക, കാർബോഹൈഡ്രേറ്റ്സ് കൂടുതലടങ്ങിയ ഭക്ഷണങ്ങൾ കുറയ്ക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, കൂടുതൽ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ ഡയറ്റിൽ ആഡ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ആ സമയത്ത് കൃത്യമായി ഒന്ന് ശ്രദ്ധിച്ചു പോയാൽ തീർച്ചയായിട്ടും ആ പരിശീലനത്തിൻ്റെ ആ ഒരു കുറച്ച് ദിവസത്തെ പ്രശ്നം നമുക്ക് ഫുഡിൽ കൂടെ പരിഹരിച്ചെടുക്കാം. പക്ഷെ ഭക്ഷണത്തോടൊപ്പം തന്നെ സ്ഥിരമായ ഒരു യോഗാ പരിശീലനം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുടവയറിൻ്റെ പ്രശ്നം വളരെ നല്ല രീതിയിൽ പരിഹരിച്ചെടുക്കാവുന്നതാണ്. യോഗാസന പരിശീലനങ്ങളെല്ലാം തന്നെ വലിയ ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ടൊന്നുമല്ല. നമ്മളിപ്പം ജിമ്മിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാർഡിയോ എക്സസൈസൊക്കെ ചെയ്യുന്നത് പോലെ ഭയങ്കര ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ടുകളൊന്നും അല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു സ്വാഭാവിക തലത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് യോഗ പരിശീലനം നമ്മുടെ കുടവയറ് കുറയ്ക്കുന്നത്. തീർച്ചയായിട്ടും ഒരു ദിവസത്തെ കാലറി ബേൺ ചെയ്യുന്നത് കൂടിപ്പോയാൽ ഒരു 400 അല്ലെങ്കിൽ മാക്സിമം പോയാൽ ഒരു 600 കാലറീസ് ബേൺ ചെയ്യും. പക്ഷേ സ്ഥിരമായി ഞാൻ പറയുന്ന കുറച്ച് നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം തന്നെയാണ്, എത്ര ദിവസം കൊണ്ട് ഈ കുടവയറ് മാറും എന്നതിനെക്കുറിച്ച് ഒരു കൃത്യമായ കണക്ക് പറയാൻ സാധിക്കില്ല. കാരണം അത് വ്യക്തികളെ ആശ്രയിച്ചിരിക്കും. ഒരുപാട് വണ്ണം കൂടിയ അല്ലെങ്കിൽ ഒരുപാട് വയറ് കൂടിയ വ്യക്തികളാണെങ്കിൽ കുറച്ചധികം സമയം, ദീർഘകാലം എടുക്കേണ്ടി വന്നേക്കാം. ഒരു പക്ഷേ ഒരു 3 തൊട്ട് 6 മാസം വരെയെങ്കിലും അങ്ങനെയുള്ള വ്യക്തികൾക്ക് എടുക്കേണ്ടി വരും. എന്നാൽ കുടവയറിൻ്റെ തുടക്കത്തിൽ, ആരംഭത്തിലൊക്കെ ആണെങ്കിൽ ഒരു 2 മാസം കൊണ്ടൊക്കെ നല്ല വ്യത്യാസം നിങ്ങളുടെ ശരീരത്തിൽ തീർച്ചയായിട്ടും വരും. പിന്നെ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതാണ്, സ്ട്രെസ്സ്, മാനസിക പിരിമുറുക്കം നിങ്ങളുടെ കുടവയറിന് ഒരു വലിയ കാരണമാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്ട്രെസ് ഹോർമോൺസായ കോർട്ടിസോള് നമ്മുടെ ശരീരത്തിൽ ഒരു ഡയറക്റ്റ് ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് സ്റ്റോർ ചെയ്യാനും വെയിറ്റ് ഗെയിൻ ഉണ്ടാക്കാനും ഒരു വലിയ കാരണമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്ട്രെസ്സ് കൂടുന്നതനുസരിച്ച് ഒരു പക്ഷേ നിങ്ങൾ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ടെൻഷൻ ഒരുപാട് ഉള്ള വ്യക്തികൾ അമിതവണ്ണം എന്ന പ്രശ്നം അഭിമുഖീകരിക്കുന്നുണ്ട്. അവിടെയാണ് യോഗയുടെ ഒരു വലിയ സ്ഥാനം വരുന്നത്. മറ്റ് ഏത് എക്സസൈസിനേക്കാളും ഏറ്റവും ഫലപ്രദമാണ് സ്ട്രെസ്സ് കുറയ്ക്കാൻ, അല്ലെങ്കിൽ നമ്മൾ ടെൻഷൻ കുറയ്ക്കാനായിട്ട് യോഗ. കാരണം യോഗയിൽ യോഗാസനങ്ങൾ, പ്രാണായാമങ്ങൾ, മെഡിറ്റേഷൻസ് ഇതെല്ലാം പതുക്കെ ചെയ്തുകൊണ്ട് വരുമ്പോൾ നമ്മുടെ സ്ട്രെസ് ലെവൽ വളരെയധികം കുറയുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതുമാത്രമല്ല, നമ്മുടെ
ചുറ്റിലും വരുന്ന പ്രശ്നങ്ങളെ വളരെ അനായാസേന വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും. അതുമാത്രമല്ല, സ്ട്രെസ്സ് കൂടുന്ന വ്യക്തികൾക്ക് ഉറക്കത്തിൻ്റെ പ്രശ്നങ്ങൾ ഒരുപാട് കണ്ടുവരാറുണ്ട്. ഈ ഉറക്കത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് യോഗ ഒരു നല്ല പരിഹാര മാർഗമാണ്. അതുവഴി തന്നെ നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് കുറയ്ക്കാനും, പ്രത്യേകിച്ച് കുടവയർ എന്നുള്ള പ്രശ്നത്തിന് വലിയ ഒരു പരിഹാര മാർഗമാണ്. ഒരു പക്ഷേ ഇത് പല വ്യക്തികൾക്കും ഇതിനെക്കുറിച്ച് അറിയില്ല. സ്ട്രെസ്സ് കൂടുമ്പോഴെങ്ങനെ വയറ് കൂടുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ആയിരിക്കുമല്ലോ എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണയാണ്. അല്ല, ഒരുപാട് കാര്യങ്ങൾ ചേരുന്നതാണ് ഈ കുടവയർ അല്ലെങ്കിൽ അമിതവണ്ണം എന്നൊക്കെ പറയുന്നത്. സ്ട്രെസ്സ്, നമ്മുടെ ജീവിതശൈലി, ഒരുപാട് സമയം ഇരുന്നു കൊണ്ട് ജോലി ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ വരുന്ന കുടവയർ, അങ്ങനെ പല പ്രശ്നങ്ങൾ. അപ്പോൾ ഓരോ പ്രശ്നങ്ങളും ഓരോ വ്യക്തികളും എന്താണ് അതിൻ്റെ കാരണം എന്നൊന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവരൊന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ, അതിനു വേണ്ടിയുള്ള യോഗാസനങ്ങൾ, പ്രാണായാമം, മെഡിറ്റേഷൻ, ഇതെല്ലാം യോഗയിൽ ചെയ്യുന്നത് വഴി കുടവയറെന്നുള്ള പ്രശ്നത്തിന് തീർച്ചയായിട്ടും ഒരു ശാശ്വത പരിഹാരം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ മനസ്സിനെ മാത്രമല്ല നമ്മുടെ ശരീരത്തിനെ യോഗയിലൂടെ ഒരുപാട് മാറ്റങ്ങൾ വരുത്താമെന്നത് നമുക്ക് മനസ്സിലായി. പട്ടിണി കിടന്നവരെ വയറ് കുറയ്ക്കാൻ ശ്രമിക്കുന്നവരുണ്ടല്ലേ, ഇത്തരക്കാരുടെ ശ്രദ്ധയ്ക്കാണ് ഇനി യോഗ ചെയ്ത് വയറ് കുറയ്ക്കാം. അതായത് വളരെ പ്രധാനപ്പെട്ട യോഗ പരിശീലനങ്ങളും യോഗ മുറകളൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട യോഗ ഗുരു ഇന്ന് നമുക്ക് പറഞ്ഞു തന്നു. അപ്പോൾ കഠിന വ്യായാമ മുറകളില്ലാതെ തന്നെ നമ്മുടെ ശരീരത്തിനെ നല്ലൊരു ആരോഗ്യമുള്ള ശരീരമാക്കാനായിട്ട് യോഗ കൊണ്ട് നമുക്ക് സാധിക്കുമെന്ന് നമ്മുടെ പ്രിയപ്പെട്ട യോഗ ഗുരു പറഞ്ഞു തന്നിരിക്കുകയാണ്. അതെല്ലാവരും പ്രാവർത്തികമാക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സുഗുണ ഭവന്തു ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ വീണ്ടും അടുത്ത ആഴ്ച മറ്റൊരു യോഗ പരിശീലനവുമായി സുഗുണ ഭവന്തു നിങ്ങൾക്ക് മുമ്പിൽ എത്തുന്നതായിരിക്കും. നന്ദി, നമസ്കാരം. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് സുഗുനോ ഭവന്തു. അവതരിപ്പിച്ചത് പ്രിയ ആന്റണി. സാങ്കേതിക സഹായം ബോണി ജെ ബേസ്.